ഇതുവരെ നടക്കാത്ത സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് IPL കളിച്ചിട്ട് RRന്റെ അഗെയിൻസ്റ്റ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രൗണ്ടിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ആലോചിക്കാറില്ല. ഗെയിം ഉറപ്പായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ മാച്ചിന് മുമ്പും മാച്ച് കഴിഞ്ഞിട്ടും ഉറപ്പായിട്ടും പഴയ ടീമായിട്ട് കളിക്കുമ്പോൾ കുറെ പ്ലേയേഴ്സ് അവിടെ നമ്മൾ ചെറിയ കാലത്തിലെ കളിച്ച പ്ലേയേഴ്സൊക്കെ അപ്പുറത്തുണ്ട്. കുറെ മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫും എല്ലാവരും അവിടെ കാണും. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. എന്റെ സമയം RRൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞെന്ന് വിശ്വസിച്ചാണ് ഞാൻ അവിടുന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുതിയൊരു ജേണിയാണ്. അപ്പോൾ ഒരു അഗെയിൻസ്റ്റ് വന്നാലും വലിയ സന്തോഷത്തോടെ തന്നെ കളിക്കാനാണ് താല്പര്യം. ഇതുവരെ നടക്കാത്ത സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് IPL കളിച്ചിട്ട് RRന്റെ അഗെയിൻസ്റ്റ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രൗണ്ടിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ആലോചിക്കാറില്ല. ഗെയിം ഉറപ്പായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ മാച്ചിന് മുമ്പും മാച്ച് കഴിഞ്ഞിട്ടും ഉറപ്പായിട്ടും പഴയ ടീമായിട്ട് കളിക്കുമ്പോൾ കുറെ പ്ലേയേഴ്സ് അവിടെ നമ്മൾ ചെറിയ കാലത്തിലെ കളിച്ച പ്ലേയേഴ്സൊക്കെ അപ്പുറത്തുണ്ട്. കുറെ മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫും എല്ലാവരും അവിടെ കാണും. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. എന്റെ സമയം RRൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞെന്ന് വിശ്വസിച്ചാണ് ഞാൻ അവിടുന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുതിയൊരു ജേണിയാണ്. അപ്പോൾ ഒരു അഗെയിൻസ്റ്റ് വന്നാലും വലിയ സന്തോഷത്തോടെ തന്നെ കളിക്കാനാണ് താല്പര്യം. ഇതുവരെ നടക്കാത്ത സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് IPL കളിച്ചിട്ട് RRന്റെ അഗെയിൻസ്റ്റ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രൗണ്ടിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ആലോചിക്കാറില്ല. ഗെയിം ഉറപ്പായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ മാച്ചിന് മുമ്പും മാച്ച് കഴിഞ്ഞിട്ടും ഉറപ്പായിട്ടും പഴയ ടീമായിട്ട് കളിക്കുമ്പോൾ കുറെ പ്ലേയേഴ്സ് അവിടെ നമ്മൾ ചെറിയ കാലത്തിലെ കളിച്ച പ്ലേയേഴ്സൊക്കെ അപ്പുറത്തുണ്ട്. കുറെ മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫും എല്ലാവരും അവിടെ കാണും. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. എന്റെ സമയം RRൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞെന്ന് വിശ്വസിച്ചാണ് ഞാൻ അവിടുന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുതിയൊരു ജേണിയാണ്. അപ്പോൾ ഒരു അഗെയിൻസ്റ്റ് വന്നാലും വലിയ സന്തോഷത്തോടെ തന്നെ കളിക്കാനാണ് താല്പര്യം. ഇതുവരെ നടക്കാത്ത സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് IPL കളിച്ചിട്ട് RRന്റെ അഗെയിൻസ്റ്റ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രൗണ്ടിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ആലോചിക്കാറില്ല. ഗെയിം ഉറപ്പായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ മാച്ചിന് മുമ്പും മാച്ച് കഴിഞ്ഞിട്ടും ഉറപ്പായിട്ടും പഴയ ടീമായിട്ട് കളിക്കുമ്പോൾ കുറെ പ്ലേയേഴ്സ് അവിടെ നമ്മൾ ചെറിയ കാലത്തിലെ കളിച്ച പ്ലേയേഴ്സൊക്കെ അപ്പുറത്തുണ്ട്. കുറെ മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫും എല്ലാവരും അവിടെ കാണും. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. എന്റെ സമയം RRൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞെന്ന് വിശ്വസിച്ചാണ് ഞാൻ അവിടുന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുതിയൊരു ജേണിയാണ്. അപ്പോൾ ഒരു അഗെയിൻസ്റ്റ് വന്നാലും വലിയ സന്തോഷത്തോടെ തന്നെ കളിക്കാനാണ് താല്പര്യം.